ആറ്റിങ്ങൽ കോരാണിയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, നവകേരള സദസ്സിന് ആ ഭാഗത്താണോ ഈ പ്രതിഷേധം? നവകേരള സദസ്സിന്റെ ഇന്നത്തെ ആദ്യത്തെ പരിപാടി ചിറയൻകീഴ് മണ്ഡലത്തിന്റേതാണ്. ഈ പരിപാടി നടക്കുന്നത് ലൈഫ് സയൻസ് പാർക്കിലാണ്. തോമയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിന് ഏതാനും കിലോമീറ്റർ അകലെയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം ഈ ലൈഫ് സയൻസ് പാർക്കിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് അവിടെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിന്ന് പ്രവർത്തകരെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. തോമയ്ക്കൽ ചെമ്പകമംഗലത്ത് 4 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പോലീസ് വാഹനത്തിനുള്ളിൽ തന്നെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ എത്തിയവരാണിവർ. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള 2 കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സംഘർഷമിൽ ഈ മന്ത്രിസഭാ വാഹനം എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇവരെ തടയുകയാണ് ചെയ്തത്. ഈ ദേശീയപാതയിൽ 50 മീറ്റർ ഇടവേളയിൽ 2-3 പോലീസുകാരെ വീതമാണ് തലസ്ഥാനത്ത് വിന്യസിച്ചിട്ടുള്ളത്. അതായത് തലസ്ഥാനത്ത് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധം ഉണ്ടായതിന്റെ കൂടി സാഹചര്യം കണക്കിലെടുത്താണ് ഈ നവകേരള സദസ്സിന്റെ വേദികളിലേക്ക് എത്തുന്ന വഴിയിലെല്ലാം തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. ശരി.